ഒരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ ഈ പ്രഗ്നൻസി ടൈമിൽ മറ്റുള്ളവരുടെ പ്രഗ്നൻസിയുടെ ഓരോ എക്സ്പീരിയൻസും അതും ഇതും കണ്ടിട്ടൊന്നും പോവരുത്. കാരണം പലരെയും പല രീതിയിലാണ്. ഞാനാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റൊക്കെ എന്തോ ഭയങ്കര സംഭവമാണ്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ ഇമ്മിണിയുള്ള കാര്യം മനഃപൂർവ്വം ഒത്തിരിയാക്കി പറയാനായിട്ട് നോക്കും. ചിലർക്കത് ഫീൽ ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ മൈൻഡിൽ നമ്മളൊരു സാധനം വെക്കും, അയ്യോ അങ്ങനെതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന്. അപ്പോൾ മാക്സിമം അതൊന്ന് കണ്ടിട്ട് പോകാണ്ടിരിക്കുക. പിന്നെ ഞാനാണെങ്കിൽ പ്രഗ്നൻസി റിലേറ്റ് ആയിട്ടുള്ള മറ്റാരെ ഒരു വീഡിയോസും കാണാറില്ല. കാരണം എൻ്റെ ഫിസിക്കൽ കണ്ടീഷനോ മെൻ്റൽ കണ്ടീഷനോ ഒന്നും ആയിരിക്കത്തില്ല അവരുടെ. അപ്പോൾ അവരവരുടെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. അതേപോലെ ഇന്നലെ എനിക്ക് PV ചെയ്തായിരുന്നു. ഇന്നലെ അല്ല 2 ദിവസം മുന്നേ. പേടിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. നല്ല പോലെ ശ്വാസം എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു വേദനയുണ്ട് എന്ന് വെച്ചിട്ട് ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര വേദന, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വേദന, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന ഒരു വേദന, ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. അല്ലാതെ അത് വലിയൊരു വേദനയൊന്നുമല്ല. ഈ ചിലർ കുഞ്ഞിക്കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാക്കി കാണിക്കാനും വേണ്ടി ചെയ്യുന്നതാണോ, ഇനി അവർക്കങ്ങനെ തോന്നുന്നതാണോ എന്നെനിക്കറിയത്തില്ല. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് അതിങ്ങനെ മനസ്സിൽ കയറ്റി വെച്ചിരിക്കാണ്ട്, എന്തായാലും നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഡോക്ടർ കൂടെ ഉണ്ട്, നമ്മളെക്കാളും എല്ലാം അറിയാവുന്ന ഡോക്ടറിന്. അപ്പോൾ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും വെച്ചിട്ട് നമ്മളത് മൈൻഡ് വെച്ചിട്ട് പോകരുത് കേട്ടോ. പോകുമ്പോഴാണ് ടെൻഷൻ കൂടുതൽ. ഇല്ലെങ്കിൽ ഒരു വിഷയമില്ല, കൂളായിട്ടിരിക്കാൻ പറ്റും.